ഹായ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു ഞായറാഴ്ച വൈകുന്നേരം മുതലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ പറഞ്ഞേ, ഞാൻ പയം പൊരിക്കുന്നുണ്ട് ഈ ചെല്ലിയ പറഞ്ഞേ യൂട്യൂബിൽ ഇടാൻ വീഡിയോസ് ഒക്കെ എടുക്കണം ഇത് വന്നെടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഓക്കെ എന്നാ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. അപ്പോ ഈ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ, എന്താ പറയണ്ടേന്ന് ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടോളൂ ട്ടോ. പിന്നെ അപ്പൊ എന്താക്കി പഴമൊക്കെ കട്ട് ചെയ്ത് പൊരിക്കാന്നുള്ള പൊരിക്കാണ്. അപ്പൊ പിന്നെ മാവിൽക്ക് പഴയൊരു എന്താ പറയാ പഴം ഉണ്ടായിരുന്നു. പഴുത്ത പഴം. മറ്റേ നമ്മളെ മറ്റേ പഴം ഉണ്ടല്ലോ. ഇതല്ല നേന്ത്രപ്പഴല്ല. അത് മിക്സ് ചെയ്തിട്ട് മാവിലിട്ടിട്ട് പൊരിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോക്കെ മാവുണ്ടാവും. പഴം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ മാവിലേക്ക് ചില ആൾക്കാര് അപ്പം പോലൊക്കെ ചുടും. ചിലവരിങ്ങനെ ഈത്തപ്പഴം ഉണ്ടല്ലോ. ഞങ്ങള് ഈത്തപ്പഴം മിക്സ് ആക്കിയിട്ട് അങ്ങനെ പൊരിച്ച്. അധികം ആൾക്കാർക്കും അറിയാം ട്ടോ ഇത്. പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടാലോ. അപ്പൊ അങ്ങനെ ഇത് ടേസ്റ്റാട്ടോ തിന്നാന്. പക്ഷെ അധികം എല്ലാരും പഴാട്ടോ തിന്നാ. പിന്നാട്ടോ ഈത്തപ്പഴം തിന്നാ. എന്നാലും രസമുണ്ട്. അങ്ങനെ അതൊക്കെ പൊരിച്ച് ഞങ്ങള് ചായയൊക്കെ കുടിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാന്നൊക്കെ പ്ലാനിട്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ. പിന്നെ പാത്രമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. പിന്നെ കാറിൽ കയറിയതിന് ശേഷം കേട്ടോ എങ്ങോട്ട് പോവാന്നുള്ള ഒരു പ്ലാന്. അപ്പൊ ഈ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ബ്രദർ പറഞ്ഞ് എന്നാ ഞമ്മക്കൊരു സ്ഥലത്ത് പോവാ. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ച്. കുറച്ച് ഉള്ളോട്ടുക്കുള്ള സ്ഥലാട്ടോ. പോണ വഴി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഓറഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ പോയി. കുറച്ച് ദൂരണ്ട്. ഞങ്ങളിവിടെ നിക്കണോടത്തുന്ന് ഞങ്ങള് നിക്കുന്നത് ഷാർജയാണ്. അവിടുന്ന് കുറച്ച് ദൂരണ്ട്. ഉള്ളോട്ടുക്കുള്ള ഒരു സ്ഥലാട്ടോ. 2 സൈഡ് എന്താ പറയാ ഈ ലൈറ്റൊന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടിയൊക്കെ പോയിക്കണ്. അപ്പൊ ഉള്ളോട്ട് പോയിട്ട് ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ ഞങ്ങൾ എത്തിയത്. അവിടെ എത്തി ഒരു പാർക്കാട്ട്. കുറെ നല്ല ലേറ്റ് ആയിന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ. ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ കുറേ സമയം ആയിക്കണ്. അപ്പൊ അവിടെ ആരുമില്ല. കുറച്ച് ആൾക്കാര് പുറത്തുണ്ട്. 1 2 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയാ ഇവര് അയിലൊക്കെ കേറി കളിച്ചൊക്കെ ചെയ്തത്. പിന്നെ വലിയ ആൾക്കാര്. ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളെ പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഉള്ളൂ. ആരും ഇല്ല ഇവിടെ ഇപ്പൊ. ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും. അപ്പം ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരെങ്കിലോ ഞാൻ ഫസ്റ്റ് ആ ഒരു സ്ഥലത്തിന്റെ ബോർഡില് ആ സ്ഥലത്തിന്റെ പേര് കാണിച്ചിരുന്നു കേട്ടോ. അപ്പൊ നല്ല സ്ഥലം, നല്ല കാമായിട്ടുള്ള സ്ഥലം. ഒരു ഞാൻ കണ്ടോ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിക്കണ്. ആ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. അപ്പം എനിക്കിഷ്ടമായി ട്ടോ. നല്ലൊരു ഏരിയ. ഒരു കാമായിട്ടുള്ള. അങ്ങനെ ഞങ്ങള് പിന്നെ തിരിച്ചു പോയി എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു. രാത്രി നല്ല ലേറ്റ് ആയിന്. 12 മണിയൊക്കെ ആവാനായിന്. 12 മണി 11:45 എന്തായാലും ആയിട്ടുണ്ടാവും. ഇപ്പൊ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ. പക്ഷെ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനോ ഒരുവിധം എല്ലാവർക്കും മടിയാ. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഭയങ്കര ചൂടൊന്നും തോന്നണില്ല. അതിനി എന്താന്നറിയില്ല. ചിലപ്പോ രാത്രി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഏരിയന്റെ ഒരു പ്രത്യേകത ആണോ എന്താന്നറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചൂടങ്ങനെ എടുക്കാൻ തുടങ്ങി. കുറച്ച് കളിച്ചൊക്കെ കഴിഞ്ഞപ്പോ. അപ്പൊ പിന്നെ ആ ഒരു കളിക്കണ ഏരിയയിലേക്ക് പോയിട്ടോ എല്ലാരും. ഞാൻ പിന്നെ പതുക്കെ നടന്ന് വീഡിയോസൊക്കെ എടുക്കാട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഞാൻ എടുക്കുന്നുണ്ട്. വീട് കണ്ടില്ലേ ആരും ഇല്ലാത്ത സ്ഥലാണ്. ഇണ്ട് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ വാച്ച്മാൻ വന്നിട്ട് പറയുന്നുണ്ട്. വാച്ച്മാൻ അവിടെ തന്നെ പോയിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ എന്നാ പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. തിരിച്ചു പോവാ ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാനായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് ഇറങ്ങി. എന്റെ മോന് പിന്നെ ചൂട് ഒന്നും ഒരു പ്രശ്നമേ അല്ല. മണ്ണ്
കളിക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാല് എത്ര ചൂട് വേണമെങ്കിലും ഓൻ സഹിക്കും. ഓൻക്ക് വരണംന്നില്ല അവിടുന്ന്. പുറത്തിറങ്ങിയാ മതി. ഭയങ്കര സന്തോഷാ. പിന്നെ എന്താന്നറിയില്ല. ആള് പെട്ടെന്ന് വന്ന് ഞങ്ങളെ കൂടെ തന്നെ വന്ന്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാല് അവിടെ തന്നെ അവിടുന്നിങ്ങട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പക്ഷെ ഇവിടുന്ന് വേഗം വന്ന്ണ്. അത് കഴിഞ്ഞ് ഞങ്ങള് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.